പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ 30+ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് തുടങ്ങാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കും പേനയും പേപ്പറുമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്ത കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നിങ്ങളുടെ കോഡ് ഭാഷയിൽ എന്ത് ചെയ്യുക, എഴുതി വച്ചേക്കുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചവറ് പോലെ എല്ലായിടത്തും പഠിക്കരുത്. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്തത് മാത്രം. ചിലർ നമ്മുടെ കറണ്ട് അഫേഴ്സ് കണ്ട് എല്ലാ കറണ്ട് അഫേഴ്സും എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് 2025 അർഹനായ മുൻ മുഖ്യമന്ത്രി. അപ്പോൾ നമ്മുടെ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2025 അതിന് അർഹനായ ഒരു മുൻ മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആരാണ്? ജി സുധാകരനാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് 2025 അർഹനായ മുൻ മുഖ്യമന്ത്രി ആരാണ്? അത് ജി സുധാകരനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണ്ടാ? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ ആണല്ലോ? അടുത്ത്, കേരളത്തിലെ ആദ്യ അനിമൽ ഹോസ്പെയർ സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് മാനന്തവാടിയിലാണ്. കുപ്പാടി മാനന്തവാടിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ അനിമൽ ഹോസ്പൈസ് സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കുപ്പാടി മാനന്തവാടിയിലാണ്. കുപ്പാടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹോസ്പൈസ് ആണോ ഹോസ്പിറ്റലാണോ? ഹോസ്പൈസ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ആദ്യ അനിമൽ ഹോസ്പൈസ് സെൻറ്റർ എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? കുപ്പാടി മാനന്തവാടിയിലാണ്. കുപ്പാടിയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം, ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്താണ്. അടുത്ത് പറഞ്ഞത് കേരളത്തിലെ ആദ്യ അനിമൽ ഹോസ്പൈസ് സെൻറ്റർ എവിടെയാണ്? അത് കുപ്പാടി മാനന്തവാടിയിലാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത്, സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി ഏതാണ്ടാ? അത് ശലഭമാണ്. എന്താണ്? ശലഭമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള ആരോഗ്യ പദ്ധതി ഏതാണ്? ശലഭമാണ്. ഏതാണ്? ശലഭം. അടുത്ത്, 2024 കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസിൻ്റെ വേദി അത് കുമരകമാണ്. അപ്പോൾ 2024 കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ്? അത് കുമരകമാണ്. ഓക്കെ. അടുത്ത്, 2024 ഓഗസ്റ്റിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? അത് രാജേഷ് കുമാർ സിംഗ് ആണ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് നമ്മുടെ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതിയാണേത്? ശലഭം. 2024 കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസിൻ്റെ വേദി അത് കുമരകമാണ്. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് രാജേഷ് കുമാർ സിംഗ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം,
17ാമത് ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിന് വേദിയായത്? അപ്പോൾ ശ്രദ്ധിക്കുക, 17ാമത് ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിന് വേദിയായത് നമ്മുടെ ചൈനയിലെ ബീജിങ്ങിലാണ്. ഇപ്പോൾ എവിടെയാണ്? ചൈനയിലെ ബീജിങ്ങിലാണ് 17ാമത് ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ വേദി. എവിടെയാണ്? എർത്ത് സയൻസ് ഒളിമ്പ്യാഡ്. എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് എവിടെയാണ്? നമ്മുടെ ചൈനയിലെ ബീജിങ്ങിലാണ്. ഓക്കെ, അടുത്ത് ജർമ്മൻ സൂപ്പർ കപ്പ് 2024 ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബയേർ ലോവർക്യൂസനാണ്. അപ്പോൾ 2024 ജർമ്മൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബയർ ലോവർക്യൂസനാണ്. ഓക്കെ, അടുത്ത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ഹരിത സാവിത്രിയാണ്. നോവൽ സീനാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഹരിത സാവിത്രിയാണ്. നോവൽ സീനാണ്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. 17ാമത് ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിന് വേദിയായത് ചൈനയിലെ ബീജിങ്ങിലാണ്. ജർമ്മൻ സൂപ്പർ കപ്പ് 2024 ഫുട്ബോൾ കിരീട ജേതാക്കൾ ബയർ ലോവർക്യൂസനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി നമ്മുടെ സീൻ എന്ന് പറയുന്ന നോവൽ രചയിതാവായ ഹരിത സാവിത്രിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമേത്? 2024 ശ്രദ്ധിക്കുക, ഏത് രാജ്യമാണ്? അത് മലേഷ്യയാണ്. അപ്പോൾ 2024 ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമേതാണ്ട? നമ്മുടെ മലേഷ്യയാണ്. ഏതാണ്? മലേഷ്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രദർശന മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. വളരെ പ്രശസ്തമായ ഒരു ഗ്രൗണ്ടാണ് മെൽബൺ സ്റ്റേഡിയം, അറിയാമല്ലോ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രദർശന മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. എവിടെയാണ്? മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. അടുത്ത ചോദ്യം. 2024 സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് അത് ഇറ്റലിക്കാരനായ യാനിക് സിന്നറാണ്. അപ്പോൾ 2024 സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആര് സ്വന്തമാക്കി? നമ്മുടെ ഇറ്റലിക്കാരനായ യാനിക് സിന്നർ. ആരാണ്? യാനിക് സിന്നറാണ് സ്വന്തമാക്കിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. 2024 ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമേതാണ്? നമ്മുടെ മലേഷ്യയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രദർശന മത്സരത്തിന് വേദിയാകുന്ന എവിടെയാണ്? ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? 2024 സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് ഇറ്റലിക്കാരനായ യാനിക് സിന്നറാണ്. ഈ സിൻസിനാറ്റി പണ്ടത്തെ സിൽസിലാസോ ഒരു പേര്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദാ മുരളീധരനാണ്. അപ്പോൾ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദാ മുരളീധരനാണ് നമ്മുടെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ അറിയാമല്ലോ, ശക്തികാന്ത് ദാസിനെ പല ഇതിലും മാറിയും തിരിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്രാമത്തെയാണ്, ആരാണ് ഇപ്പോഴത്തെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി നമ്മുടെ ശാരദ മുരളീധരനായിരുന്നു. ഓക്കെ, കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത് ആരാണ്? ബൈജു ചന്ദ്രനാണ്. ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 ആ ഒരു കാലയളവിലെ മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ബൈജു ചന്ദ്രനാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി
ആരാണ്? മരിയ ബ്രന്യാസ് ആണ്. അപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ച, ഇത് മാറാൻ നല്ല ചാൻസ് ഉള്ളതാണ്, ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? മരിയ ബ്രന്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് ബൈജു ചന്ദ്രൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര്? നമ്മുടെ മരിയ ബ്രന്യാസ്. ഓക്കെ ആണല്ലോ അത്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, നമ്മളിത് പറഞ്ഞാണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ 2021 മുതൽ ഇപ്പോഴും പൊട്ടിത്തെറി സജീവമായിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമേത്? ഏതാണ്? 2021 മുതലാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെറുതായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? മൗണ്ട് റൈക്യാനസ് ആണ്. അപ്പോൾ എവിടെയാണ്? തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിലാണ്. 2021 മുതൽ ആശാനിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ആ അഗ്നിപർവ്വതത്തിൻ്റെ പേര് മൗണ്ട് റൈക്യാനസ് ആണ്. എന്താണ്? മൗണ്ട് റൈക്യാനസ്. ഓക്കെ, അടുത്ത ചോദ്യം, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവ്വതനേനി ഹരീഷാണ്. അപ്പോൾ നമ്മുടെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവ്വതനേനി ഹരീഷാണ്. അടുത്ത് 2024 ലോസൺ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം, കൺഫ്യൂഷൻ വരാം, നമ്മുടെ നീരജ് ചോപ്രയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2024 ലോസൺ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നമ്മുടെ നീരജ് ചോപ്ര. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി പറയാം. തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ 2021 മുതൽ ഇപ്പോഴും പൊട്ടിത്തെറി സജീവമായിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് നമ്മുടെ മൗണ്ട് റൈക്യാനസ്. അടുത്ത്, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് പർവ്വതനേനി ഹരീഷ്. 2024 ലോസൺ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ 2024 ആ ഒരു ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ്. അപ്പോൾ നമ്മുടെ ജാവലിൻ ദിനം എന്താണ്? ജാവലിൻ ദിനം ഒരു 7ാം തീയതിയാണ്. ഏത് 7ാം തീയതിയാണെന്ന് നിങ്ങളത്, ഏത് മാസത്തെ 7ാം തീയതിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ 7ാം തീയതിയാണ്, ഏത് മാസത്തെ 7ാം തീയതിയാണെന്ന് നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. ഓക്കെ ആണല്ലോ. ഇത്രയും ചോദ്യങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നും കൂടി കാണുക. അതൊന്ന് ജസ്റ്റ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും എഴുതി വയ്ക്കേണ്ട. നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, ആ ഒരു രീതിയിൽ ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി കയ്യിൽ വച്ചേക്കുക. ഓക്കെ ആണല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് ജോലിയിൽ കയറാൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടി എന്താണ്, നിങ്ങൾക്ക് പിന്നെയും കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.